ഇത് നമ്മൾ ടിക്ടോക്കിലൊക്കെ വൈറലായിട്ടുള്ള ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ പോവാണ്. അങ്ങനെ റെസിപ്പിന്നായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ഹാക്ക്. ടോർട്ടില്ല റാപ്പാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ടോർട്ടില്ല റാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി ആയാലും ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു റാപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് കറക്റ്റ് സെൻറ്ററിലേക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു 4 ഭാഗത്തായിട്ട് ഇങ്ങനെ ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസ് വെച്ച് ഫില്ല് ചെയ്ത് ഒരു റാപ്പ് ഉണ്ടാക്കുവാണ്. ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ന്യൂട്ടല്ല തേച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത സെക്ഷനിൽ കുറച്ച് സ്ട്രോബെറി വെക്കുവാണ്. ഇനി അടുത്ത സെക്ഷനിൽ ഞാൻ കുറച്ച് പഴമരിഞ്ഞതാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി അവസാനത്തെ സെക്ഷനിൽ ഞാൻ കുറച്ച് പീനട്ട് ബട്ടർ തേക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ റാപ്പ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ന്യൂട്രല്ല തേച്ച ഭാഗം ഇങ്ങനെ സ്ട്രോബെറിയിലോട്ട് ചേർത്ത് ഫോൾഡ് ചെയ്യുക. ഇത് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യാം. ഇനി അവസാനം അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫ്രൈ പാനിൽ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് ചെയ്യാം. വേണ്ടിയിട്ട് ഞാനൊരു റാപ്പ് എടുത്തിട്ടുണ്ട്. സെൻറ്റർ വരെ ഒന്ന് കട്ട് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി അടുത്ത സെക്ഷനിൽ ഞാൻ കുറച്ച് ചിക്കൻ്റെ പീസസ് വെക്കുന്നുണ്ട്. എന്ത് ചിക്കൻ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇത് ജസ്റ്റ് നമ്മുടെ ചിക്കൻ നഗറ്റ്സ് മാതിരി ഇരിക്കുന്ന ചിക്കൻ പീസസ് ആണ്. പുറത്ത് ഞാൻ കുറച്ച് ലെറ്റ്യൂസ് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിയും കൂടി വെക്കുന്നുണ്ട്. ലാസ്റ്റത്തെ സെക്ഷനിൽ ഞാൻ കുറച്ച് മയോണൈസ് ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളിതും നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ 2 റാപ്പും പാനിൽ ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് കുറച്ച് ബട്ടർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ സ്ട്രോബെറിയും ബനാനയും വെച്ചിട്ടുള്ള റാപ്പ് ജസ്റ്റ് ഒന്ന് 2 സൈഡും ഒന്ന് ചൂടാക്കി എടുക്കാം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇനി നമുക്ക് അടുത്ത റാപ്പും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത റാപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.